അങ്ങനെ നമ്മുടെ നായർ സർവീസ് സൊസൈറ്റി വീണ്ടും ചരിത്രം സൃഷ്ടിക്കുകയാണ്. പണ്ടും ഇങ്ങനെയൊക്കെ ആയിരുന്നു. മന്നത്ത് പത്മനാഭന്റെ കാലത്ത്, മന്നത്ത് പത്മനാഭനാണ് ഇന്നലെ മന്നം ജയന്തിയൊക്കെ ആയിരുന്നല്ലോ, മന്നത്ത് പത്മനാഭനായിരുന്നു അവിടെ ആദ്യമായിട്ട് ഈ ഒരുപാട് സമ്മേളനമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ കാലത്തൊന്നും ഈ രാഷ്ട്രീയക്കാരെ അധികം വിളിക്കാറില്ല. പിന്നെ കോൺഗ്രസ്സുകാരെ മാത്രമേ വിളിക്കുള്ളൂ, കമ്മ്യൂണിസ്റ്റുകാരെ വിളിക്കത്തില്ല. കോൺഗ്രസ്സുകാരിലുള്ള നായരായിട്ടുള്ള പ്രമുഖരെ വിളിക്കും. പിന്നെ രമേശ് ചെന്നിത്തല വിളിക്കലായി, അത് കഴിഞ്ഞിട്ട് ശശി തരൂരിനെ വിളിക്കലായി, ഇങ്ങനെ പല നായന്മാരെ മാത്രം വിളിക്കും. പിന്നെ ചില വർഷങ്ങളിൽ അവിടുത്തെ എം പിമാർ, ആന്റണി എം പി, അവിടത്തേക്കുള്ള പെരുന്ന എം പി, അല്ലെങ്കിൽ ആ ഭാഗത്തൊക്കെ ഉള്ള പത്തനംതിട്ട എം പി, ആ ഭാഗത്തൊക്കെയുള്ള എം പിമാർ, MLA അങ്ങനെയൊക്കെ വിളിക്കും. എന്തായാലും അതൊക്കെ ആയി ഇപ്രാവശ്യം അവിടെ നിന്ന് തീരുമാനമെടുത്തു, ഒരു രാഷ്ട്രീയ നേതാവിനെ സ്റ്റേജിൽ കയറ്റണ്ട. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ അവിടെ ചെന്നിരുന്നു, PK കൃഷ്ണദാസ് ചെന്നിരുന്നു, S സുരേഷ് ചെന്നിരുന്നു, അങ്ങനെ BJPയുടെ ഒരുപാട് നേതാക്കൾ ചെന്നിരുന്നു, ഷോൺ ജോർജ് ചെന്നിരുന്നു, പിന്നെ PJ കുര്യൻ അവിടുത്തെ ഒരു നിത്യ സന്ദർശകനാണ് PJ കുര്യൻ അവിടെ ചെന്നിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വെച്ച് ഇവരെല്ലാം കാണാനായി ചെന്നിരുന്നു, രമേശ് ചെന്നിത്തല ചെന്നിരുന്നു, CPMന്റെ ഒഴിച്ച് വാസവൻ പോയിരുന്നു തോന്നുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ CPMന്റെ ഒരുപാട് ആളുകൾ, CPMന്റെ കോൺഗ്രസിന്റെ BJPന്റെ ആളുകൾ ചെന്നിരുന്നു. പക്ഷേ ഇതിവിടെ രാഷ്ട്രീയ യോഗമല്ല. അതുകൊണ്ട് ഒരാളെയും മന്നം ജയന്തി എന്ന് പറയുന്നത് രാഷ്ട്രീയ യോഗമല്ലാത്തത് കൊണ്ട് അവിടെ ഒരാളെയും കയറ്റുന്നില്ല. എല്ലാ രാഷ്ട്രീയക്കാരും വേണോളൂ, കണ്ടോളൂ, പൊക്കോളൂ, വേണമെങ്കിൽ ആഡിയൻസ് ആയിട്ട് ഇരുന്ന് കാര്യങ്ങൾ കേട്ടോളൂ, ഒരിക്കലും ഇവരെ ഇനി വിളിക്കത്തുമില്ല സ്റ്റേജിലേക്ക് എന്ന് പറഞ്ഞ് അത് മന്നത്തിന്റെ പേരിൽ പോലും ശരിയായി പറയാൻ പോലും പേരും പെരുമയുമുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ മന്നത്ത് പത്മനാഭനെ കുറിച്ച് നല്ല ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്ന ആളുകളെയാണ് വിളിക്കേണ്ടതെന്നും വ്യക്തമാക്കി. ഒരു കാരണവശാലും മന്നത്ത് പത്മനാഭനെ കുറിച്ച് 4 നല്ല വർത്തമാനം പറയാൻ പോലും അറിയാത്ത ഈ നാലാംകട രാഷ്ട്രീയക്കാരെ ഞാൻ എന്തിനു വിളിക്കണം എന്നാണ് മന്നത്ത് അവിടുത്തെ ചങ്ങനാശ്ശേരി പോപ്പ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും വിളിക്കത്തില്ല. പതിറ്റാണ്ടുകളായി NSS തുടരുന്ന സമദൂര നിലപാട് തന്നെ ആയിരിക്കും ഇപ്രാവശ്യത്തും കൊണ്ടത്. ഒരു LDFിലേക്ക് ശകലം ഒന്ന് ചാഞ്ഞെങ്കിലും ഇപ്പം നേരെയായിട്ടുണ്ട്, വണ്ടി കറക്റ്റായിട്ട് വീണ്ടും NH കയറിയിട്ടുണ്ട്. ഒരു ശകലം ഒന്ന് വളവ് എടുത്തെങ്കിലും സമദൂരം തന്നെയായിരിക്കും എല്ലാ കാലത്തും ഉണ്ടായിരിക്കുക. NSS രാഷ്ട്രീയ നേരത്തെ കോൺഗ്രസിനെ ആയിരുന്നു, പിന്നെ ഇടതുപക്ഷമായി മാറി മാറി സഹായിച്ചിരുന്നു. പക്ഷെ അതെല്ലാം പോയി ഇപ്പം ഞങ്ങൾ സമദൂരത്തിലേക്കാണ് വന്നിരിക്കുന്നത്. സമദൂരത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിലപാട് വ്യക്തമാക്കുകയാണ്. പെരുന്നയിൽ മന്നം ജയന്തി സമ്മേളനത്തിൽ അദ്ദേഹം പറയുണ്ടായി, അയ്യക്ക സംഗമത്തെ തുടർന്ന് NSS ഇടതിനോട് അടുക്കുകയാണോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. പക്ഷെ ആ പ്രചരണമൊന്നും ശരിയല്ല. ഞങ്ങൾ ഇടതും വലതുമല്ല, ഞങ്ങൾക്ക് കറക്റ്റാണ്. MG സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് ആണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ഒരു തള്ളി ഒരു 2ാം വിമോചന സമരം നടത്തണമെന്നും അത് ഗാന്ധിജിയെ ഒന്നുകൂടി പുനർവായിക്കണമെന്ന് പറഞ്ഞുള്ള അദ്ദേഹം തള്ളിയിട്ടുണ്ട്. അതൊക്കെ ചുമ്മാ തള്ളാൻ പറ്റുമല്ലോ. ഇപ്പോൾ 2ാം വിമോചന സമരം നടത്തണം, ഗാന്ധിജിയെ പുനർവായിക്കണമെന്നൊക്കെ പറയാൻ എളുപ്പമാണല്ലോ. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, മന്ത്രിമാരായ ഗണേഷ് കുമാർ, കടന്നപ്പള്ളി രാമേന്ദ്രൻ, MPമാരായ കൊടിക്കുന്നിൽ സുരേഷ്, MK രാഘവൻ, ആന്റണി, NK പ്രേമേന്ദ്രൻ, ജോസ് കെ മാണി, ഡീൻ കുര്യാക്കോസ്, ഫ്രാൻസിസ് ജോർജ്, മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ, BJP സംസ്ഥാന ചന്ദ്രശേഖർ തുടങ്ങിയവർ മന്നസമാധിയിൽ പുഷ്പാർച്ചന നടത്തി. ഇവരെല്ലാം പുഷ്പാർച്ചന നടത്തിയിട്ടുള്ളൂ കേട്ടോ. ഇവരാരെയും അകത്തോട്ട് കയറ്റിയിട്ടില്ല. എല്ലാവരും പോയി. എന്തായാലും മന്നം ജയന്തി അങ്ങനെ രാഷ്ട്രീയക്കാരില്ലാതെ സമദൂരത്തിൻ്റെ ശരി ദൂരത്തിലേക്ക് വന്നിരിക്കുന്നു.